വിഷ്ണു ഒന്നിങ്ങോട്ട് തട്ടിയാണ്ട് ഒരു റിക്വസ്റ്റ് ഉള്ളത് അതാണ് നമ്മളൊരു ഫെസിലിറ്റി. അപ്പോൾ ഒരു ഗ്യാപ്പ് ഇവിടുന്ന് നിങ്ങൾക്ക് ഈ സൈഡിലേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ഹെൽപ്പായിരിക്കും. എവിടെ നിൽക്കാൻ വന്നു? നമ്മളെ നിങ്ങളെല്ലാവരും ഈ സൈഡിൽ വരുവാണെങ്കിൽ കമ്പൈൻഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. പ്ലീസ് ഇമ്മീഡിയറ്റ്ലി പെടുന്നോ ഈ സൈഡിൽ നിങ്ങൾ വന്നിട്ട് ആ സൈഡിൽ നിന്ന് എല്ലാവർക്കും ഒരേ ഈ സൈഡ് വരുന്നോ? രണ്ട് ലുക്ക് തന്നായി അങ്ങോട്ട് ഇല്ലില്ല. തുണി നിങ്ങളൊന്ന് എടുക്കണേ ആരെങ്കിലും. ഇങ്ങോട്ട് വലിച്ചാൽ പോലെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാമോ? ആക്ച്വലി ഞാൻ എൻ്റെ ഡെലിവറി ടൈമിൽ ഞാനും വാട്ടർ ബേർഡിനാണ് ട്രൈ ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ പോയിരുന്ന സെൻറ്ററിൽ നമുക്കൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. അത് NICU എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ബട്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വാട്ടർ ബേർഡിങ് ചൂസ് ചെയ്യാൻ പറ്റാതിരുന്നത്. ബട്ട് ദിസ് ഈസ് അമേസിങ്. ഐ തിങ്ക് ഇവിടെ നമ്മുടെ കേരളത്തിൽ ലൈക്ക് ഇങ്ങനത്തെ വാട്ടർ ബേർഡിങ് ഹോസ്പിറ്റലിലുള്ളതൊക്കെ ഐ തിങ്ക് ഐ ഹാവ് ഓൺലി സീൻ ഇറ്റ് അബ്രോഡ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലെ വേറെ ഫസ്റ്റ് ടൈം ഇൻ കേരള നമ്മുടെ കിൻഡർ ഹോസ്പിറ്റലിലാണ് വാട്ടർ ബേർഡിങ് ഇൻ എ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ. അപ്പോൾ ഐ തിങ്ക് അത് നമ്മുടെ നാടിന് വലിയൊരു അഭിമാനം തന്നെയാണ്. കാരണം വാട്ടർ ബേർഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഡെലിവറി, നാച്ചുറൽ ബേർത്തിന് ഏറ്റവും സ്മൂത്ത്, കംഫർട്ടബിൾ ആൻഡ് പെയിൻലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് വാട്ടർ ബേർഡിങ്. ആൻഡ് കുഞ്ഞുങ്ങളാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ പുറത്തു വരും. ആൻഡ് ആ പ്രോസസ്സിലൂടെ പോകുന്ന pregnant women, മദറിനും അത് വളരെ ഒരു സ്മൂത്ത് പ്രോസസ് ആയിരിക്കും. സോ ഐ എം വെരി വെരി ഹാപ്പി ആൻഡ് വെരി പ്രൗഡ് ഓഫ് കിൻഡർ ഹോസ്പിറ്റൽ. താങ്ക് യു ഗൈസ് ഓൺ ബിഹാഫ് ഓഫ് all the future mothers. You guys have pulled it and made it happen. I think I should plan. Don't say that. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.